കലാകാരന്മാർക്ക് സ്വന്തം സൃഷ്ടികളോടുള്ള അഭിനിവേശം ഒരു മാനസിക വിഭ്രാന്തിയായി മാറുന്നതിനെ പിഗ്മാലിസം എന്ന് പറയുന്നു. സാധാരണ മനുഷ്യരുടെ കണ്ണുകൾക്ക് ചലനരഹിതമെന്ന് തോന്നുന്ന ശില്പങ്ങൾക്കോ ചിത്രങ്ങൾക്കോ ജീവനുണ്ടെന്ന് അനുഭവപ്പെടുക. അത്തരം രൂപങ്ങളെ മറ്റെന്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കുക, ആരാധിക്കുക. ഇത് അപൂർവം ചില വ്യക്തികളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. ഒരിക്കൽ എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അത്തരം ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അയാൾ ഒരു ശില്പിയായിരുന്നു. ഈ ശില്പം കണ്ടോ? എന്റെ മാസ്റ്റർ പീസാണ്. ഓഹോ, എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു, താങ്ക് യു. അപ്പോ പിന്നെ കാണാം. ഓക്കെ. ഹലോ ഹലോ, താങ്കളുടെ ആരാധികയാണ്. പരിചയപ്പെടണമെന്ന് പറഞ്ഞ് കുറെ നാളായി നടക്കുന്നു. ഇപ്പൊ BA പഠിക്കുകയാണ്. Glad to meet you. താങ്ക് യു. ആ, ആളൊരു നല്ല ചിത്രകാരി കൂടിയാ. 2 വർഷമായി യൂണിവേഴ്സിറ്റി ആർട്ട് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഇവക്കാ. എക്സലന്റ്. ആ, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. അനുവിന്റെ കൂട്ടുകാരി, പേര് ഗീത. കലയുമായി വലിയ ബന്ധമൊന്നുമില്ല. ഈ ശില്പങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. ശില്പിയെ കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. വരട്ടെ. ഓക്കെ. See you. ശരി. രാജുവിനെ പറ്റി പറഞ്ഞപ്പോ നിനക്കെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഓ, ഈ കലയും കലാകാരന്മാരെയും എനിക്ക് പിടിക്കില്ല. നിനക്കേ
രാജുവിന്റെ ശില്പങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാകാതെയാണ്. അയ്യോ വേണ്ട, ഇനി പ്രത്യേകതകളെ പറ്റി പറഞ്ഞ് ഈ പാവത്തിനെ വധിക്കാതെ. എക്സിബിഷൻ കാണണമെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോ ഒന്ന് കൂടെ പോന്നതിന് ഇത്രയും വലിയ ശിക്ഷയോ? നീ വന്നില്ലെങ്കിലും ഞാൻ പോവുമായിരുന്നു. പിന്നെ പിന്നെ എന്നിട്ട് ശില്പിയെ കണ്ടപ്പോഴേക്കും പെണ്ണിന്റെ 2 കാലും വിറയ്ക്കാൻ തുടങ്ങി. ചുമ്മാ നുണ പറയാതെ കിടന്നുറങ്ങടി. അയ്യോ ഉറങ്ങാവേ. പോണം പോണം പോണം. ഹലോ. എന്താ ബാബു, ഇന്ന് പുതിയ ചിത്രമൊന്നും വരച്ചില്ലേ? ഓ യെസ്. ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. പക്ഷേ ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായോടി? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ജീവിതമോ മരണമോ പ്രപഞ്ചമോ അതോ പ്രണയമോ? ഏതായാലും ഇത് തൽക്കാലം ബാബുവിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സമയമാവുമ്പോ ഞാൻ വായിക്കോളാം. അപ്പൊ ഇനിയും സമയമായില്ല. ഹലോ. ഹലോ. ഒരിക്കൽ കൂടി വരണമെന്ന് തോന്നി. അതിനെന്താ, എപ്പോഴും ഇവിടെ വരാമല്ലോ. ഇന്ന് ആരും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങനെയാണ്. രാജു, ഓ സോറി, എനിക്ക് പേര് വിളിക്കാമോ? പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എവിടെയാ താമസം? തൽക്കാലം ഹോട്ടൽ മുറിയിൽ. ഇനി എത്ര നാൾ ഇവിടെ ഉണ്ടാവും? 2 ആഴ്ച കൂടി, ഈ എക്സിബിഷൻ കഴിയുവോളം. അതിനുശേഷം? ഞാൻ ഒരിടത്തും സ്ഥിരമായി നിൽക്കാറില്ല. ഇത് വളരെ നന്നായിരിക്കുന്നു. അപ്പോ ബാക്കിയുള്ളതെല്ലാം? ഇന്ന് കൂട്ടുകാരിയെ കണ്ടില്ലല്ലോ. അവൾക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. ശില്പങ്ങളിലോ അതോ? നീ രാജുവിനെ കാണാൻ പോയിരുന്നു? അപ്പോ സംഗതി അവിടം വരെ എത്തി. എന്ത്? കാണാതിരിക്കുമ്പോ ഒന്ന് കാണണമെന്ന് തോന്നുക, കണ്ടു കഴിയുമ്പോ വീണ്ടും കാണണമെന്ന് തോന്നുക. ആ, ചെറുപ്പക്കാരിൽ സാധാരണ കണ്ടുവരുന്ന രോഗമാ പ്രേമം എന്ന് പേര് പറയും. പ്രേമമാണോന്നറിയില്ല, എന്തോ രാജുവിനെ എനിക്ക് ഇഷ്ടമായി. ആ, കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ കഥ ട്രാജഡി ആവാതിരുന്നാൽ നന്ന്. And none but fools do wear it. Cast it off. It is my lady. Oh, it is my love. Oh, that she knew she were. She speaks, and she says nothing. What of that? Her eye discurses. I will answer it. Juliet appears above at a window, but soft. What light through yonder window breaks? It is the east, and Juliet is the sun. Oh, Romeo, Romeo, wherefore art thou Romeo? രോഗം സീരിയസ് ആവുന്ന ലക്ഷണമാണല്ലോ. പെണ്ണെ, ഒരു കാര്യം പറയാം. പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ രാജു ആരാണെന്നോ അയാളുടെ പ്രകൃതം എന്താണെന്നോ അറിയാതെ ചുമ്മാ പുറകെ നടക്കരുത്. ദേ, കലാകാരന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഓം നമ ശിവായ. പ്രേമത്തിന് കണ്ണില്ല, കാതില്ല.
അനു അനു ബാബുവിന് എന്ത് വേണം? അനു അനു എന്താ ബാബു? വെറുതെ വെറുതെ എന്റെ പുറകെ എന്തിനാ വരുന്നത്? അനു പ്ലീസ്. ഇത് ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ്. ഇനിയും പുറകെ വന്നാൽ ചുമ്മാ തടി കേടാവും. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കും. ഹായ്. ഹായ്. ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാനും. വായിക്കാറുണ്ടല്ലേ? കുറച്ചൊക്കെ. എന്താ ബുക്ക്? നോക്കട്ടെ. മൊമെന്റ്സ് ഓഫ് ലവ്. കൊള്ളാം. അപ്പോൾ റൊമാൻസ് ആണ് മുഖ്യ വിഷയം. രാജുവിന്റെ സെലക്ഷൻ ഏതാ? ആദ്യമൊക്കെ കിട്ടുന്നത് എന്തും വായിക്കുമായിരുന്നു. പിന്നെ സൈക്കോളജിയായി. ഇപ്പോ ആധ്യാത്മികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സന്യസിക്കാനുള്ള ഉദ്ദേശമായിരിക്കല്ലേ? രാജുവിന്റെ തമാശ കേൾക്കാൻ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എനിക്കങ്ങനെ തോന്നി. ഞാൻ വളരെ ഗൗരവക്കാരനായിരുന്നു എന്നാണ് ഇതുവരെ എന്റെ വിശ്വാസം. ഇനി അത് മാറ്റിക്കോളൂ. ആ, രാജു എക്സിബിഷൻ ഹാളിലേക്കല്ലേ? അതെ. വരുന്നോ? ഇല്ല, ഹോസ്റ്റലിൽ പോകാൻ നേരമായി. എക്സിബിഷൻ ഹാളിൽ തന്നെ ഇരുന്ന ബോറടിക്കൂലേ? എങ്ങനെ സമയം ചെലവഴിക്കും? ശില്പങ്ങളും ഞാനും, അതാണ് എന്റെ ലോകം. ആ ലോകത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ? ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്താ പണിക്കർ ഇങ്ങോട്ട്? ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കുഞ്ഞിങ്ങനെ നാട് ചുറ്റി നടന്നാ മതിയോ? എന്നെ എന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കൂ. കുഞ്ഞിങ്ങനെ നടക്കേണ്ടവനല്ലല്ലോ. പണിക്കർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അച്ഛൻ ഒരു പിടിവാശിക്കാരനാണെന്ന് കുഞ്ഞിനെ അറിയില്ലേ? ഈ കലയൊന്നും ഉപേക്ഷിക്കണമെന്നല്ല അച്ഛൻ പറയുന്നത്. കുഞ്ഞ് നാട്ടിലുണ്ടായാൽ മാത്രം മതി. അച്ഛനാണെങ്കിൽ വയസ്സായി. ഈ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? ചിറ്റമ്മയെ പറ്റിയാണ് കുഞ്ഞിന് വിഷമമെങ്കിൽ അവരിപ്പോ പഴയ പോലെയൊന്നുമല്ല. കുഞ്ഞിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. പണിക്കര് പൊയ്ക്കുള്ളൂ. ഞാൻ അച്ഛനോട് എന്തു പറയും? തൽക്കാലം ഞാൻ നാട്ടിലേക്കില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാൻ പോണു. എന്താ ശില്പിക്കുന്നൊരു മൗനം? മനുഷ്യൻ വികാരങ്ങൾക്ക് അതീതനല്ലല്ലോ. എന്തേ അങ്ങനെ പറയാൻ? ഏയ്, നത്തിങ്. രാജുവിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെന്താ? വേണ്ട, ഇനി ഒരിക്കലാകാം. രാജു എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അനു എന്ന കലാകാരിയെ പറ്റി മാത്രമേ എനിക്കറിയാം. ആ കലാകാരിയുടെ ഹൃദയം അറിയാനുള്ള സന്മനസ് കാട്ടരുത്. കലാകാരിക്ക് സമ്മതമാണെങ്കിൽ. I love you, രാജു.
പിന്നെ നമ്മൾ എങ്ങനെയാ കാണുക? എനിക്ക് രാജു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? പ്രേമിച്ചിട്ടുള്ള എല്ലാ പെൺകുട്ടികളും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇത് പറഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്താ ആലോചിക്കുന്നത്? ഒരു കാമുകന്റെ വേഷം എനിക്ക് ഇണങ്ങുമോന്ന് ഓർക്കുകയായിരുന്നു. രാജു, ഒരിടത്തും കേന്ദ്രീകരിക്കാത്തവനാണ് ഞാൻ. എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. അനുവിന് ഞാൻ പ്രതീക്ഷകൾ തന്നാൽ. രാജു പറഞ്ഞു വരുന്നത്? മറക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം അനുവിനത് കഴിയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ആദ്യമേ എല്ലാം പറയേണ്ടതായിരുന്നു. ഇനിയും അനുവിന് സാധിക്കുമെങ്കിൽ. നോ രാജു, ഒരു സാധാരണ പെൺകുട്ടിയുടെ ബാലിശമായ വികാരമല്ലിത് എന്ന് വിശ്വസിക്കൂ. രാജുവിന്റെ കൂടെ എന്നും ഞാനുണ്ടായിരിക്കും. ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നടത്തത്തിലും സംസാരത്തിലും ഒക്കെ ബാബു ഒരു തികഞ്ഞ കലാകാരനാണെന്ന് അവക്ക് ബോധ്യം വരണം. എന്നാലേ കാര്യം നടക്കൂ. ആ, അതിനെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം. ആദ്യം മുടി നീട്ടി വളർത്തി ഒരു താടി ഫിറ്റ് ചെയ്യുക. പിന്നെ ഈ ഷർട്ട് മാറ്റി ഒരു ജുബ്ബയാക്കുക. അല്പസ്വല്പം കഞ്ചാവും മദ്യസേവയും കൂടി ആയാൽ സംഗതി ക്ലീൻ. ശരിയാ. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ നാണം കുണിയാവരുത്. ആണുങ്ങളായാൽ കുറച്ച് തന്റെ ഇടമൊക്കെ വേണ്ടേ? വേണം വേണം. അനുവിനോട് എല്ലാം ധൈര്യമായി തുറന്നങ്ങ് പറയണം. ആ, അതാ സാറിന്റെ പ്രേമഭാചനം വരുന്നുണ്ടല്ലോ. ഞാൻ മാറിത്തരാം. അപ്പൊ ഗീത പോവാണോ? എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നങ്ങ് പറഞ്ഞാ മതി. ഇപ്പൊ വേണോ? എങ്കിലേ ക്ലാസ് കഴിഞ്ഞ് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് അവളോട് വരാൻ പറയാ. അങ്ങനെയല്ലേ പ്രേമിക്കുക? ബാബു എന്താ വിറയ്ക്കുന്നത്? ഒന്നുമില്ല. നല്ലയാളാ. ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി. ദേ, ബാബുവിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടത്രേ. ഞാൻ കട്ടുറുമ്പാവുന്നില്ല. എന്താ ബാബു? എന്താ പറയാനുള്ളത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറയൂ. ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് പറയാനുള്ളതാ. ഇവിടെ ആരും ഇല്ലല്ലോ. അനു വൈകിട്ട് പാർക്കിൽ വരൂ. അയ്യോ, അവിടെ നിറയെ ആള് കാണുമല്ലോ. ബീച്ചിൽ? അവിടെയും ആള് കാണും. പിന്നെ എവിടെയാ? ശരി, ഞാൻ പറയട്ടെ. ഹോസ്റ്റലിന്റെ പുറകെ വാ. അവിടെ ആരും ഉണ്ടാകില്ല. ശരിയാ. നിന്റെ കളി കുറെ കൂടുന്നുണ്ട്. പാവത്തിന് പെയിന്റിങ്ങിന്റെ ABCD അറിഞ്ഞൂടാ. അയാളെ കൊണ്ട് ചിത്രം വരപ്പിക്കാൻ തുടങ്ങി. പോരാത്തതിന് ഇപ്പൊ ഇങ്ങനെ. ഇതൊക്കെ ഒരു തമാശയ പെണ്ണേ. ശില്പിയുമായുള്ള പ്രേമത്തിന് ഒരു വില്ലൻ ഉണ്ടാവുന്ന നല്ലതല്ലേ? ഒരു ത്രില്ല്. കമോൺ. പാവം കാമുവിന്റെ കാത്തുനിപ്പ് കണ്ടില്ലേ? ഒന്ന് ചെല്ലു മോളെ. കാമുകയെ കാണാതെ പാടാൻ തുടങ്ങിയ രംഗം വഷളാകും. ഞാനിപ്പോ വരാം. ആ, ചെല്ലു ചെല്ലു. മിസ്റ്റർ ബാബു, കുറെ നേരമായി ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. വാട്ട് യു വാണ്ട്? ഒന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഐ എം സോറി. വന്നിട്ട് അധികനേരമായോ? ഏതാണ്ട് 10 മിനിറ്റ്. വല്ലാത്ത തിരക്ക്. അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? എക്സിബിഷൻ ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പേടിക്കണ്ട, ഞാനുടനെ പോകുന്നില്ല. സാർ ഓർഡർ. ആ, എന്താ ഓർഡർ ചെയ്യാ? രാജുവിന്റെ ഇഷ്ടം. ഇന്ന് അനുവിന്റെ ചോയ്സ്. അത് വേണ്ട, രാജു പറയും. നോ, താൻ പറഞ്ഞാ മതി. പറ്റില്ല. ഇല്ല, അനു പറയൂ. ഛെ,
പറയൂന്നേ. ഞാൻ പറഞ്ഞാ മതിയോ? ഇന്ന് തനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോവാ. ശരി സർ. രാജു, നാളെ എന്റെ ഡാഡി വരുന്നുണ്ട്. ഞാൻ രാജുവിനെ പറ്റി പറയാൻ പോവുക. ഭീഷണിയാണോ? ഡോണ്ട് വെറി. ബിസിനസ്മാൻ ആണെങ്കിലും ഡാഡി ആള് രസീനാണ്. ഓഹോ. അല്പസ്വല്പം കലാഹൃദയം ഒക്കെ ഉണ്ട്. ഒരിക്കൽ എന്റെ കുറെ പെയിന്റിങ്സ് ഒരു സാഹിബിന് വിറ്റു കളഞ്ഞു. അത് കൊള്ളാം. ഡാഡി ചെല്ല് ചെല്ല്, നേരം വൈകിനെ കിട്ടാനുള്ള എല്ലാം വാങ്ങിച്ചു. ഡാഡി ഡാഡി എപ്പോ വന്നു? ഞാൻ വന്നിട്ട് മണിക്കൂർ നന്നായി. ഓ ഐ എം സോറി. വേണ്ട, നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ദൂരം നിനക്ക് അറിഞ്ഞൂടെ? ക്ലാസ് കഴിയണ്ടേ ഡാഡി? നിന്റെ ക്ലാസ്സും മണ്ണാങ്കട്ടെ. ഓ, ക്ലാസ്സിൽ പോവാതെ എങ്ങനെയാ? അത് ശരിയാ. ആ, അതൊക്കെ പോട്ടെ. വീട്ടിൽ എന്തൊക്കെ വിശേഷം ഡാഡി? ചേച്ചിക്ക് സുഖമല്ലേ? അവളങ്ങനെ കഴിയുന്നു. ആ, ഡാഡിയുടെ മാക്ഡോണൽസ് സാഹിബ് എന്ത് പറയുന്നു? നീ എന്നെ കളിയാക്കാൻ വേണ്ടി? എന്റെ മാക്ഡോണൽസ് സാഹിബിന്റെ മഹിമയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്ന് പതുക്കെ, ഇത് ഹോസ്റ്റലാ. ഓ, ഞാൻ ആ കാര്യം ഒന്ന് മറന്നു. ആ, ഡാഡിയുടെ പ്രോഗ്രാം എന്താ? ഇന്ന് ചിലരൊക്കെ കാണാനുണ്ട്. നാളെ പോകുന്നുള്ളൂ. ഹായ്, മനോഹരമായിട്ടുണ്ട്. ഗുഡ്. ഡാഡി ഇത് നോക്കി. ബ്യൂട്ടിഫുൾ. താങ്ക് യു. പത്രങ്ങളിൽ രാജുവിനെ പറ്റി വായിച്ചപ്പോഴേ പരിചയപ്പെടണമെന്ന് കരുതിയതാ. ഇവൾക്ക് പരിചയമുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ഏതായാലും പരിചയപ്പെട്ടല്ലോ. സത്യത്തിൽ ഇക്കാല എന്ന് പറയുന്നത് എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമാണ്. നേരെ മറിച്ചാണ് ഇവള്. പഠിപ്പിനേക്കാളും ഇവൾക്ക് ഇതൊക്കെയാ മുഖ്യം. അത് ഡാഡിയുടെ നുണയാ. കേട്ടു രാജു, പഠിക്കാനും ഞാൻ മോശമല്ല. ഇരിക്കൂ. താങ്ക് യു. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഇവള് പറഞ്ഞപ്പോൾ രാജു ഇത്രയും വലിയ കഴിവുള്ള കലാകാരനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. യു ആർ റിയലി എ ജീനിയസ്. താങ്ക് യു. അതിരിക്കട്ടെ, എക്സിബിഷൻ കഴിഞ്ഞാൽ പിന്നെന്താ രാജുവിന്റെ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. രാജു ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്ന കൂട്ടത്തിലല്ലേ ഡാഡി? അങ്ങനെയാൽ പറ്റില്ല മിസ്റ്റർ രാജു. ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം. ഈ ശില്പങ്ങൾക്കെല്ലാം വിദേശങ്ങളിൽ നല്ല മാർക്കറ്റുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ വിലയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. പിന്നെ രാജുവിനെ പോലുള്ള കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യാണെന്ന് ധരിക്കരുത്. ആട്ടെ, രാജുവിന് എന്റെ കൂടെ വരാമോ? എന്റെ ഫ്രണ്ട് കാനഡക്കാരനൊരു സായിപ്പുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓ, എന്റെ പെയിന്റിങ്സ് വാങ്ങിയ സായിപ്പ്. രാജു എന്റെ കൂടെ വരൂ. എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. നമുക്ക് കുറെ നല്ല ശില്പങ്ങൾ ഉണ്ടാക്കി വിദേശങ്ങളിലേക്ക് അയക്കാം. ഇപ്പോ എനിക്കൊരു മറുപടി പറയാൻ കഴിയില്ല. പിന്നെ എക്സ്ക്യൂസ് മീ, ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടല്ല. പിന്നെ എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് ഒന്നിച്ചു പോകാം. ഞാൻ പണവും പ്രശസ്തിയും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, സ്വന്തം സൃഷ്ടികൾക്ക് വില പറഞ്ഞ ശീലവുമില്ല. രാജുവിന്റെ കലയെ വിലക്കെടുക്കുകയല്ല. ഈ കലാകാരന്റെ പ്രശസ്തി ലോകം മുഴുവനും എത്തണം. അത് കണ്ടെനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം. രാജുവിനെ ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാജു വന്നാൽ നമ്മുടെ ബന്ധത്തിന് അത് കൂടുതൽ കെട്ടുറപ്പാകും. അപ്പൊ പോകാൻ തീരുമാനിച്ചു. സ്റ്റഡി ലീവാണെന്നുള്ള കാര്യം മറക്കരുത്. ഇഷ്ടകാമുകനുമായാണല്ലോ സഹവാസം. അത് ഞാൻ നോക്കിക്കൊള്ളാം. സാറിന്റെ യാത്ര എന്നാണാവോ? നീ ഒന്ന് സ്ഥലം കാലിയാക്കി പോകുന്നുണ്ടോ പെണ്ണെ? എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കോപിക്കാതെ മോളെ. സാറിനെ അറസ്റ്റ് ചെയ്യാൻ കുറെ പാടുപെട്ടു. എന്റെ ഹൃദയം കവർന്ന കള്ളനല്ലേ. ജീവപര്യന്തമാണ് ശിക്ഷ. എന്റെ ഗ്രാമം മനോഹരമാണ്. രാജുവിന് ഇഷ്ടപ്പെടാതിരിക്കില്ല. സ്വപ്നം കാണാനും
സ്വയം മറന്നു പാടാനും പിന്നെ നമുക്കിങ്ങനെ ചേർന്നിന്ന് സലപിക്കാനും. അവിടെ പുഴയോരങ്ങളുണ്ട്, കുന്നും ചെരുവുകളുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഹായ് ഡാഡി. എന്ത് പറ്റി ഡാഡി? വരുന്നതിന് മുമ്പ് നീ ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ നമ്മുടെ കാർ അയക്കില്ലായിരുന്നു. അയ്യോ ഡാഡി, അത് ഒന്നും പറയണ്ട, ആവശ്യമില്ലാത്തത് എന്റെ ബുദ്ധി പ്രവർത്തിക്കൂ. എടാ ശങ്കര, ആ ഡ്രൈവർക്ക് പണം കൊടുത്തേക്കണം. എന്നിട്ട് രാജുവിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഔട്ട് ഹൗസിൽ കൊണ്ടുവയ്ക്കണം. രാജു അവിടെയാണ് താമസിക്കുന്നത്. വരണം മിസ്റ്റർ രാജു, വരണം. ഇരിക്കൂ. ആനോ, രാജുവിന് കാപ്പി കൊണ്ടുവരാൻ പറയൂ. ഉത്തരവ്. ഞങ്ങള് ഡാഡിയും മോളും എപ്പോഴും ഇങ്ങനെയാ. ആ പിന്നെ രാജുവിന് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും കുറവ് വന്നാൽ ചോദിക്കാൻ മടിക്കരുത്. ശരി. ആ, കലാകാരന്മാരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബം പണ്ടേ പ്രസിദ്ധമാണ്. എന്റെ മുത്തച്ഛനുണ്ടായിരുന്ന കാലത്ത് ശമ്പളം കൊടുത്തൊരു ഭാഗം ഇവിടെ താമസിപ്പിച്ചിരുന്നു. അങ്ങയുടെ സംഗീതം കേട്ട് വേണം അത്രേ എല്ലാവരും ഉണരാൻ. ചേച്ചി, നീ എപ്പോ വന്നു? വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ചേച്ചി വരൂ, രാജു വന്നിട്ടുണ്ട്. പരിചയപ്പെടാം. പിന്നീടാകാം. നീ ചെല്ലേ. ശരി, ഞാൻ ഇപ്പൊ വരാട്ടോ. ഞാൻ തായ്പായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. രാജുവിന്റെ സൗകര്യം പോലെ ജോലി തുടങ്ങിയാൽ മതി. ആ, ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എത്തിച്ചേരാം. പോരെ? ശരി. ശങ്കര, എന്തോ? എല്ലാം റെഡിയായോ? എല്ലാം റെഡി. ആ, നീ വേണം രാജുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. ഞാൻ ഏറ്റു. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അസൗകര്യം തോന്നുന്ന പക്ഷം ലോണിലാകാം. ഓക്കെ. അസൗകര്യം പോലെ. ആ, രാജു കുളിച്ച് വിശ്രമിക്ക്. ഞാനൊന്ന് എസ്റ്റേറ്റിൽ പോയിട്ട് വരാം. ശരി. സാറിന് കൊട്ടാരം പിടിച്ചോ? തൊട്ടടുത്തല്ലേ റാണിയുടെ അന്തപുരം, പിടിക്കാതെങ്ങനെ? പട്ടപ്പോലെ എന്തിനൊരുക്കോ രാജു ഇത്? എന്നിട്ട് ഡ്രസ് മാറ, നമുക്ക് നടക്കാൻ പോവാം. കേട്ടോ രാജു, ഈ മാഗ്നോട്ട് സാഹിബ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചുപോയ. ഒരിക്കലും ഇദ്ദേഹം ഇല്ല വന്നപ്പോൾ ഞാൻ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. തുടങ്ങി ഡാഡിയും ഡാഡിയുടെ ഒരു മാഗ്നോട്ട് സാഹിബ്. നീ ഉണ്ടായിരിക്കണേ. ആ, രാജുവിന് അറിയാമോ
ഞാൻ ഇവനെ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ച മലേഷ്യയിൽ അലക്സാണ്ടർ കറോണയുടെ വീട്ടിൽ വെച്ച്. അന്നു മുതൽ ഞങ്ങൾ സന്തോഷ സഹചാരികളാണ്. എന്താ രാജുവിന് ഇവനെ ഒന്ന് പരിചയപ്പെടണോ? നല്ലവനാട്ടോ. ഡാഡി പരിചയപ്പെട്ടത് മതി, വെറുതെ രാജുവിനെ ഉപദ്രവിക്കണ്ട. നിനക്കെന്താ അറിയാം? രാജു ഇവളൊരു പൊട്ടിയാ, യാതൊരു കാര്യഗൗരവമില്ല. ഡാഡിയുടെ കാര്യഗൗരവത്തെ പറ്റി കേൾക്കണോ രാജു? ഇന്നാൾ ഒരു ദിവസം മാക്ഡോൾസ് ആയി പോയിട്ടിരിക്കുമ്പോ പെണ്ണെ, നീ എന്റെ കയ്യിൽ മേടിക്കും. മേടിക്കും മേടിക്കും. എന്ത് പറയുക രാജു ബൈ. പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? ചേച്ചി 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 ഇത്ര പെട്ടെന്ന് ഉറക്കായോ? ഇല്ല, ഡാഡിയുടെ അരങ്ങ് പേർക്കിയ സായിപ്പ് ശരിക്കും പെരുമാറുന്നുണ്ട്. ചേച്ചി വരൂ, ചേച്ചി കൂടി വന്നാലേ ഒരു രസമുള്ളൂ. ഞാനില്ല, ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നാലോ? ചേച്ചി കരയായിരുന്നോ? കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം മറക്കാൻ ശ്രമിക്കും. നീ പോയി കിടന്നുറങ്ങാൻ നോക്കൂ, സമയം ഒരുപാടായി. രാജു, വർക്ക് തുടങ്ങിയില്ലേ? എന്താ ഇത്? പൂർത്തിയാകട്ടെ, മനസ്സിലാകും. ഒന്ന് അമർത്തി തിരുവിഴ കഴുതേ. എന്തുവിടെ കാണിക്കുന്നത്? ശങ്കര, എന്തോ എങ്ങനെയുണ്ടടാ നമ്മുടെ ശില്പി? കൊള്ളാം കൊള്ളാം കൊള്ളാം. താടിയുണ്ട്, മുടിയുണ്ട്, പിന്നെ നല്ല തടിയുണ്ട്, മുതലാളിയുടെ മാതിരി. അതല്ലടാ ചോദിച്ചത്. മതി. ലക്ഷ്മി, ചിക്കൻ എവിടെ? സതിയെ കാണുന്നില്ലല്ലോ. ലക്ഷ്മി, നീ പോയി സതിയോട് ഉണ്ണാൻ വരാൻ പറ. രാജു കഴിച്ചോളൂ, അവള് വരട്ടെ. എന്നാ ശങ്കര, ചിക്കൻ രാജുന് വിളമ്പ. ഞാൻ വിളമ്പ. ഇത് ഞാൻ രാജുവിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. ഓഹോ, നീ ഉണ്ടാക്കുകയാണ്? പിന്നെ വായ വെക്കാൻ കൊള്ളിയല്ല. എനിക്ക് വേണ്ടേ വേണ്ട. പിന്നെ പിന്നെ രാജു, ഒന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ? അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്നായി, ഞാൻ ഒറ്റയ്ക്കായി. ചേച്ചി പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അവൾ എപ്പോഴും ഇങ്ങനെയാ. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആരുമായിട്ടും ഇടപഴകാറില്ല. സംസാരിക്കുന്നതും ചിരിക്കുന്ന പോലും അപൂർവമായിട്ടാ.
എന്തു ചെയ്യാം, എല്ലാം വിധിയാണ്. ഇപ്പോൾ അവളാണ് എന്റെ ഒരേ ഒരു ദുഃഖം. ചേച്ചി ഇതൊരു രാജുവിനെ പരിചയപ്പെട്ടില്ലല്ലോ. രാജു നല്ലൊരു കലാകാരനാണ്. ഡാഡിക്ക് രാജുവിനെ വളരെയധികം പിടിച്ചു. ചേച്ചി എന്താ മൂളുന്നേ? എനിക്കൊന്നും പറയാനില്ലാത്തോണ്ട്. ചേച്ചിക്ക് എന്താ രാജുവിനെ പിടിച്ചില്ലേ? നിനക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ചേച്ചി നീ ചെറുപ്പമാണ്, സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. മതി രാജു, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് കഴിയട്ടെ. കഴിയുമ്പോ രാത്രിയാവും. ആയേക്കും. ശില്പം ഉണ്ടാക്കി തുടങ്ങിയതിൽ പിന്നെ രാജുവിന് എന്നെ പറ്റി ഒരു ചിന്തയുമില്ല. അനു പോകൂ. വേണ്ട. ഡാഡി, ഡാഡി, എന്താടി? എത്ര നേരമായി രാജുവിനെ നടക്കാൻ വിളിക്കുന്നു, വരുന്നില്ല ഡാഡി. അവന് ജോലി ഉണ്ടാവും. കുറച്ചു സമയം എന്റെ കൂടെ വന്നാൽ എന്താ? പിന്നെ നിന്റെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കാനല്ല അവനോട് വന്നത്. പോരുത് പഠിക്കണേ. ദേ സ്റ്റഡി ലീവാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഗുഡ്, റിയലി ഗുഡ്. എന്താ രാജു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമിറ്റ്യൂസിന്റെ ദുരന്തം. വിശക്കുന്ന മനുഷ്യനു വേണ്ടി അപ്പം മോഷ്ടിച്ചതിന് പാപിയായി മുദ്രയടിക്കപ്പെട്ട പാവങ്ങളുടെ ദേവൻ. വണ്ടർഫുൾ. ഇത്തരം കലാസൃഷ്ടികൾക്ക് മനുഷ്യന്റെ മനസ്സിനെ എളുപ്പം സ്വാധീനിക്കാൻ സാധിക്കും. കുറെ നാളുകളായി ഞാൻ ഈ രൂപം പകർത്താൻ ആഗ്രഹിച്ചു നടക്കും. ഇപ്പോഴാണ് അതിനുള്ള അവസരമുണ്ടായത്. അതിലെനിക്ക് അങ്ങോട്ട് നന്ദിയുണ്ട്. ഇത്തരം ഫോർമാലിറ്റീസ് നമുക്ക് വേണോ രാജു? ബൈ ദ ബൈ, രാജുവിന് ഇവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഓൾറൈറ്റ്, then proceed with work. Bye. അനു. എന്താ ഡാഡി? സതി കുറച്ചു ദിവസങ്ങളായിട്ട് പറയുന്നു ഒന്ന് ഗുരുവായൂർ പോയി തൊഴണമെന്ന്. എനിക്കും പോയൊക്കൊള്ളാവുന്നുണ്ട്. നീ ഇവിടെ വാ. എക്സാമിനേഷൻ അല്ലേ ഡാഡി, എനിക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ മോളെ, സാരമില്ല. ഞാൻ വരുന്നില്ല ഡാഡി. ഓ ശരി, ഞാനിവിടെ ഇല്ലെന്ന് കരുതി ചുമ്മാ കളിച്ചിരിച്ച് നടക്കാൻ പാടില്ല. നല്ലപോലെ പഠിച്ചോണം. ചെല്ലേ. ഓക്കെ. രാജു, ഞാനൊരു കാര്യം പറയട്ടെ രാജു. രാജുവിന് എന്റെ ഒരു ശില്പം കൊത്താമോ? എന്തിനാ ചിരിക്കുന്നത്? നിന്നെ ഒരു ശിലയായി കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ തുടിപ്പും പ്രസരിപ്പും എന്നും എനിക്ക് വേണം. എന്റെ രാജു. There you are. സതി, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു? എന്നെ കൂടെ കളിച്ചുകൂടെ? ഞാൻ കളിക്കുന്നില്ല ഡാഡി. ചേച്ചി പ്ലീസ് ഒരു റൗണ്ടെങ്കിലും. വേണ്ടെന്നു. ഒന്നിലും താല്പര്യമില്ലാതെ നീ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ഓർത്തോണ്ടിരുന്നാൽ. കളിക്കൂ ചേച്ചി. നാളെയല്ലേ കോളേജിൽ പോകേണ്ടത്? കളിച്ചത് മതി.
പോയിരുന്ന് പഠിക്കൂ കുട്ടി. നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും. ഞാൻ തനിച്ചാകും. ഞാനും. രാജുവിന് ശില്പങ്ങളെങ്കിലും കൂട്ടിനുണ്ടല്ലോ. എനിക്കോ ഈ ഓർമ്മകൾ മാത്രം. പരീക്ഷ കഴിഞ്ഞതും ഞാൻ ഓടി വരും. ഞാൻ കാത്തിരിക്കും. പോയി വരട്ടെ ഡെഡി. ശരി, പോയിട്ടോ. പക്ഷെ ഒരു കാര്യം, നന്നായിട്ട് പഠിച്ചോണം. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിക്കോണം. ഓൾറൈറ്റ്, ഗോ. ബൈ. അമ്മയില്ലാത്ത കുട്ടിയല്ലേ, ഞാൻ വളരെ ലാളിച്ച് വളർത്തിയ അവളെ. സാറേ, ഇത് എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? തൽക്കാലം പറ്റില്ല. അല്ല, സാറിന് പെണ്ണുങ്ങളെ കൊത്താൻ അറിഞ്ഞൂടല്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏയ്, ഒന്നും വേണ്ട. എങ്കിൽ പോണം. പോണോ? ആ, വേണം. സാറിന് ചായയോ കാപ്പിയോ? വേണ്ട. സോഡയോ സർവത്തോ? വേണ്ട. പീടിയോ സിഗരറ്റോ? തന്നോട് പോകാനാ പറഞ്ഞത്. ചേച്ചി എന്തിനാ ദിവസം ഇതിങ്ങനെ കഴിക്കുന്നത്? ഉറങ്ങാൻ ഇതേ ഒരു മാർഗമുള്ളൂ. രാജു ഈവിൾസിനെയും അതുപോലെ ഭീകരവും അസാധാരണവുമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നുകൊണ്ടാണ് ഈ ഭയം. അത്തരം കലാസൃഷ്ടികൾ നടത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പേടിപ്പിക്കുന്ന ചില സങ്കല്പങ്ങൾ ഉണ്ടായെന്ന് വരാം. ഈ പ്രപഞ്ചത്തിൽ സൗന്ദര്യമുള്ള എത്രയോ വസ്തുക്കൾ വേറെയുണ്ട്. നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് സ്ത്രീക്കാണ്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാത്ത കലകളുമില്ല, കലാകാരന്മാരുമില്ല. എന്തുകൊണ്ട് രാജുവിന് അത്തരം ശില്പങ്ങൾ നിർമ്മിച്ചുകൂടാ? അതുമാത്രമല്ല, സ്ത്രീകളുടെ ശില്പങ്ങൾക്കാണ് ഇന്നും എന്നും ഏറ്റവും കൂടുതൽ വിലയുള്ളത്. നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് സ്ത്രീക്കാണ്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാത്ത കലകളുമില്ല, കലാകാരന്മാരുമില്ല. എന്തുകൊണ്ട് രാജുവിന് അത്തരം ശില്പങ്ങൾ നിർമ്മിച്ചുകൂടാ? സരിഗ
And none but fools to wear it, cast it off. It is my lady, oh it is my love. That she knew, she wear. സ്വപ്നം കണ്ടത് മതി പെണ്ണേ, പഠിക്കാൻ നോക്ക്. ഗീതേ, അതിങ്ങി തരൂ. ഇല്ല, ഇതിപ്പോ ഇനി കാണണ്ട പ്ലീസ്. അതിങ്ങി താന്നേ. ഇത്ര നാളിത് കണ്ടിട്ട് മതിയായില്ലേ? നിന്റെ ശില്പി എങ്ങോട്ട് ഓടിപ്പോവാൻ പോകുന്നില്ല. അതല്ലടി പെണ്ണേ. രാജു ഇപ്പൊ എന്ത് ചെയ്യുകയായിരിക്കും? ആ, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്റെ പൊന്നു മോളെ, നിന്റെ രാജു ഇപ്പോ നിന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പോരെ മോളെ, സമാധാനമായിരുന്നു പഠിച്ചാട്ടെ. ആഹാ, ഇതൊരു മഹത്തായ കലാസൃഷ്ടിയാണ് മിസ്റ്റർ രാജു. നിങ്ങളുടെ പ്രശസ്തി ഈ ലോകം മുഴുവൻ വ്യാപിക്കാൻ ഇത് മാത്രം മതി. സായിപ്പിനെ തീർച്ചയായിട്ടും ഇത് ആകർഷിക്കും. എക്സ്പോർട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇതുവരെ പൂർത്തിയായ എല്ലാ ശില്പങ്ങളും നമുക്ക് ഉടനെ കയറ്റി അയക്കണം. ഇത് മാത്രം ഞാൻ തരില്ല സർ. ഈ ശില്പം എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതുപോലെ ഇനിയും രാജു ഉണ്ടാക്കിക്കൂടെ? ഈ രൂപം ഇനി ഒരിക്കലും എനിക്ക് നിർമ്മിക്കാൻ കഴിയില്ല. എന്റെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞു കിടന്നിരുന്ന സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ രൂപം. ഇത് ഞാൻ തരില്ല സർ. രാജു, ഇതിന്റെ വിലയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇല്ല, വേറെ എന്ത് വേണമെങ്കിലും സാറിന് എടുക്കാം, ഇതൊഴിച്ച്. രാജുന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ബാബു അല്ലേ ഇത്? ബാബു, ബാബു, അനു, എടി, ഇതാണ് പുതിയ ബാബു. അനശ്വരമായ പ്രേമത്തിന് വേണ്ടി കാഷായം ധരിച്ച് നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ. ബാബു എക്സാമിനേഷന് കയറിയില്ലേ? എന്തേ? ഞാൻ എന്റെ അനുവിന് വേണ്ടി ഈ അശോകമരത്തണൽ കാത്തിരിക്കുകയായിരുന്നു. അയ്യോ, കഷ്ടം. ബാബു ഇപ്പൊ ചിത്രം വരയ്ക്കാറില്ലേ? എന്റെ ചിത്രങ്ങൾ ഒരു ക്യാൻവാസിൽ ഒതുക്കി നിർത്താവുന്നതല്ല. എന്റെ ഭാവന ഈ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്നു.
അവിടുത്തെ ഓരോ മണൽത്തിരിയിൽ പോലും എന്റെ അനുവിന്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നു. അതാ ആ രൂപം എന്നെ മാടി വിളിക്കുന്നു. അനു, എന്റെ അനു, അനു. അനു, അനു. എന്നാലും ഗീതെ, ഇതല്പം ക്രൂരമായി പോയി. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അനു. നമ്മുടെ തമാശ പാവം ബാബുവിന്റെ ലൈഫിനെ ബാധിച്ചാൽ പാർട്ടി ഇത്ര മഫനാണെന്ന് ആരറിഞ്ഞു? എന്തോ എനിക്ക് വിഷമം തോന്നുന്നു. ആ, ഇനിയിപ്പോ ഇത് ഓർത്ത് നടക്കണ്ട, വാ. അപ്പോ സാറിന് പെണ്ണുങ്ങളെ കൊത്താനും അറിയാല്ലേ? കലക്കിട്ടുണ്ട് സാറേ, കലക്കിട്ടുണ്ട്. ആ കണ്ണ് കണ്ടോ? സാക്ഷാൽ ശകുന്തളയെ പോലെ തന്നെ. ഈ മൂക്ക് സാക്ഷാൽ ദമയന്തിയെ പോലെ. ഈ ചുണ്ട് എന്റെ കുഞ്ഞുലക്ഷ്മിയെ പോലെ തന്നെ. എന്റെ കുഞ്ഞോ, തൊട്ടുപോകരുത്. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. I say you get out. ഞാൻ എനിക്ക് പോണം. ഒന്ന് നിന്ന് എന്റെ ലക്ഷ്മി, ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെയല്ല. ഓ, അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെ. ചേച്ചി വിളിച്ചോ? ലക്ഷ്മി, അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് 2 വർഷം തികയാണ്. അമ്പലത്തിൽ പോകണം. പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ട്. എന്ത് തങ്കം പോലത്തെ മനുഷ്യനായിരുന്നു. നീ പോയി ഡാഡിയോട് വരുന്നുണ്ടോന്ന് ചോദിക്കുക. ശരി. അല്ല, രാജുവിന്റെ പഴയ ഉത്സാഹമൊക്കെ എവിടെ പോയി? കമൺ, ബി ചിയർഫുൾ. എന്താ, നാഗൂർ സാഹിബിനെ പരിചയപ്പെടണോ? വേണ്ട. രാജു പിന്നെ ശില്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്തു പറ്റി? ഒരു മൂഡ് കിട്ടുന്നില്ല സർ. എന്തേ? ആ സ്ത്രീരൂപം കൊത്തിയതിനു ശേഷമാണോ? അറിയില്ല. ആ, സൗകര്യം പോലൊക്കെ മതി. ഇത് ഒരു ക്രിയേറ്റീവ് വർക്കാണല്ലോ. രാജു, രാജു, എന്താ ഇത്? എന്ത് പറ്റി? മാറിക്ക്. Tell me, what happened to you? ഈ ശില്പത്തിൽ നിന്ന് സ്പർശിക്കാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല. രാജു, നിനക്ക് എന്തു പറ്റി? സോറി സർ, എനിക്ക് ഈ ശില്പം അത്രയും പ്രിയപ്പെട്ടതാണ്. രാജു, രാജു, ഇത് കേട്ട് എനിക്ക് ബോറടിച്ചു. നീ കേൾക്കണ്ട. ഒരു ദിവസം കൂടി നിനക്ക് ക്ഷമിച്ചൂടാ? എക്സാം കഴിഞ്ഞ് അങ്ങോട്ടല്ലേ പോകുന്നത്. നിനക്ക് പ്രേമത്തെ കുറിച്ച് എന്തറിയാൻ പെണ്ണേ? ആ, ഇനി ഞാനും ഒന്ന് പ്രേമിക്കാൻ പോവാ. ഈ ശകുന്തളയുടെ പ്രണയകഥകൾ കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ എന്താ അനസൂയോ പ്രിയംവതയോ? ഒന്ന് ചൂടാവാതെ മോളെ. വല്ല ദുഷ്യന്തന്മാരെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാബു പെൻഡിങ്ങിലുണ്ട്. വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ആ, ബാബു എങ്കിൽ ബാബു. ഈ പ്രേമം എന്താണെന്ന് ഞാനും കാണിച്ചു തരാം. ഹലോ, അതെ, സ്റ്റോക്ക് അയച്ചില്ലെങ്കിൽ ഉടനെ അയച്ചേക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മിസ്റ്റർ വില്യൻ? നമ്മൾ വാക്ക് കൊടുത്തതല്ലേ? അതെ, അത് സാരമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ. എന്താ, സംശയം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ശരി, ആയിക്കട്ടെ. ആ, മോള് വന്നോ?
അതിരിക്കട്ടെ, നിന്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലെ ഉണ്ടായിരുന്നു. ഓടിയായിരുന്നു തമാശ പറയാൻ അങ്ങനെ ഒരു നേരം. പാസ്സായ പോരെ ഡാഡി? അതുപോരാ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാണ്. രക്ഷയില്ല. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. പരീക്ഷയായിരുന്നില്ലേ, പഠിച്ചു പഠിച്ച് മെലിഞ്ഞു പോയതാ. ആ അതുപോട്ടെ, നമ്മുടെ ശില്പി ഇവിടെ. രാജു, 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 ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. എന്താ സ്വപ്നം കാണുകയായിരുന്നു? എന്ത് പറ്റി സാറിന്? ഏയ് ഒന്നുമില്ല. ഞാൻ എപ്പോ ഒന്നൊന്നു പോലും ചോദിച്ചില്ലല്ലോ. എന്താ മൗനവ്രതമാണോ? എപ്പോ വന്നു? വേണ്ട വേണ്ട, വിശേഷം ഒന്നും ചോദിക്കണ്ട. എക്സാം കഴിഞ്ഞു? ആവോ. അപ്പോഴേക്കും തുടങ്ങിയോ? ഇനി നോക്കി, ഇത് കണ്ടോ? ഏതാ ഈ പെണ്ണ്? അറിയില്ല. പിന്നെ എങ്ങനെയുണ്ട്? സ്ത്രീക്ക് ഇത്രയേറെ സൗന്ദര്യമുണ്ടെന്ന് ഈ ശില്പം ഉണ്ടാക്കിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാജു, രാജുവിന് സുഖമാണോ? രാജുവിനെ കാണാതെ ഞാൻ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞെന്നറിയാമോ? രാജു, എന്റെ രാജു. ചേച്ചി വന്നു കയറിയതും രാജുവുമായി കൊഞ്ചു കുഴയാനാ നിനക്ക് തിരക്കല്ലേ? ചേച്ചി, ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എങ്കിലും പറയേണ്ടത് എന്റെ കടമയാണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാനുള്ള ബുദ്ധി അറിവും നിനക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിനിപ്പോ എന്തുണ്ടായി? നീ ചെറുപ്പമാണ് രാജു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഡാഡിക്ക് രാജുവിനെ ഇഷ്ടമല്ലേ? ആണ്. ഞാൻ രാജുവുമായി സംസാരിക്കുന്നതിലും ഇടപഴകുന്നതിലും ഡാഡിക്ക് വിരോധമുണ്ടോ? ഇല്ല. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. എന്നെ രാജുവിനും. ഡാഡി, ഞാൻ രാജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എടി, എന്റെ മുൻപിൽ വന്നത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിനക്ക് രാജുവിനെ വിവാഹം കഴിക്കണമല്ലേ? ഡാഡി, നിന്നെ ഞാൻ ലാളിച്ച് വളർത്തിയതേ എവിടെ നിന്നോ വന്ന ഒരു കല്ലുകുത്തുകാരന് പിടിച്ചു കൊടുക്കാനല്ല. ഡാഡി, രാജുവിനെ പറ്റിയാണ് ഡാഡി ഇങ്ങനെ പറയുന്നത്. എടി, അവൻ അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ ഇവിടെ കയറി ഒന്ന് വൃത്തിയിൽ കാണിക്കുമോ? ഡാഡി വിളിച്ചിട്ടോ രാജു വന്നേ? ഞാൻ വിളിച്ചു വരുത്തിയത് ശില്പം കൊത്താനാ, എന്റെ മകളെ തട്ടിയെടുക്കാനല്ല. മനസ്സിലായോ? ആരെതിർത്താലും ഞാൻ രാജുവിനെ വിവാഹം കഴിക്കും. ആഹാ, നിനക്ക് അത്രയും ധൈര്യമുണ്ടോ? എടി, നീ ആരെ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, ഞാൻ മാത്രം. അതിനെന്നെ കിട്ടില്ല. ആനോ, നിൽക്കണി അവിടെ. എടി, നിൽക്കാനാ പറഞ്ഞത്. രാജുവിനെ അല്ലാതെ മറ്റാരെ നീ വിവാഹം ചെയ്യാൻ പാടില്ല. രാജുവിനെ നീ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാനത് തീരുമാനിച്ചതാ. പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അങ്ങനെ അങ്ങ് തിരക്ക് പിടിക്കാതെ സമയമാകുമ്പോ എല്ലാം ഞാൻ നടത്തി തരും. നല്ലയാളാ. ഇവിടെ ഒന്ന് എടുക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ തിരക്കി. ഏയ് സാറേ, എണീക്ക്, എണീക്കാൻ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. മര്യാദക്ക് എണീറ്റ് വരാൻ. രാജു, രാജു എന്താ ഇങ്ങനെ ഇൻഡിഫറന്റ് ആവുന്നത്? ഞാൻ പോകുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അനുവിന് തോന്നുന്നതാണ്. പിന്നെന്താ ഇങ്ങനെ കിടക്കുന്നത്? എന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ഞാൻ
ഞാനൊരു ഹാപ്പി ന്യൂസും കൊണ്ട് ഓടി വന്നതാ. രാജു എല്ലാ മൂടും കളഞ്ഞു. എന്താണെന്നൊന്ന് ചോദിക്കൂ രാജു. ഡാഡി നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. എന്തേ രാജുവിനൊരു സന്തോഷമില്ലാത്തത്? കേട്ടത് ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമെന്ന് കരുതി. കമോൺ രാജു, പ്ലീസ് ലെറ്റ് us സെലിബ്രേറ്റ് ദി ഡേ. പിന്നെ ആകട്ടെ. പറ്റില്ല അനു, എനിക്ക് നല്ല സുഖമില്ല. സാരമില്ല, ഞാൻ മാറ്റിത്തരാം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. രാജുവിന് എന്ത് പറ്റി ഡാഡി? എപ്പോഴും ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നു. കുറച്ചു ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നോട് പോലും തീരെ താല്പര്യമില്ല. ആ നർത്തകിയുടെ ശില്പം അയാളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതും നോക്കിക്കൊണ്ടാണ് ഇരിപ്പ് മുഴുവനും. ഏതായാലും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാജുവിന് എന്നോട് തുറന്നു പറയാം. എന്താ ഇവിടെ താമസിക്കുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ, സ്വന്തം സൃഷ്ടികളോട് അഭിനിവേശം തോന്നിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു പരിധി വരെ വേണമെന്ന് മാത്രം. അനു വന്നിട്ട് എത്ര ദിവസമായി? രാജു അവളെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. നിങ്ങളുടെ വിവാഹം ഏറ്റവും വേഗം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. രാജു, ഇന്ന് അവളാണ് എന്റെ എല്ലാ സ്വത്തും. അവൾ വേദനിക്കുന്നത് കാണാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. രാജു, എന്നെ ഒന്ന് നോക്കൂന്നേ. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരിയല്ലേ രാജു? രാജു, എണീക്ക്. ഇന്ന് നമുക്ക് പുറത്തു പോണം. എന്നെ വിടൂ. ഇല്ല, വരുമെന്ന് ഞാനും നോക്കട്ടെ. അനു, വിടാനാ പറഞ്ഞത്. രാജു, രാജു, രാജു. നീ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ല. പോയി കിടക്ക്, ഉറക്കം വരും. എന്താ ഇത്ര വലിയ ആലോചന? ചേച്ചി ഒന്ന് ഉപദ്രവിക്കാതെ പോകുന്നുണ്ടോ? നിനക്ക് എന്താ പറ്റിയത്? എന്റെ ശില്പം എവിടെ? ഞാനെടുത്ത് മാറ്റി. എന്തിന്? അതിവിടെ വേണ്ടെന്ന് തോന്നിയതുകൊണ്ട്. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. രാജു, മോളെ,
കരയാതെ മോളെ. ഡാഡി, രാജു, എന്താ ഇത്? എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലും. അതിനു മാത്രം എന്തുണ്ടായി? എന്നെ ഉപേക്ഷിച്ച് പോവുകയാണല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു രാജു? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കൂ. രാജു, എനിക്ക് എന്റേതായ ഒരു ലോകമുണ്ട്, എന്റേതായ സ്വപ്നങ്ങളും. രാജുവിന്റെ ഏത് ഇഷ്ടത്തിനും ഒരിക്കലും ഞാൻ എതിരല്ല. പക്ഷേ രാജുവിന്റെ ഈ അസാധാരണമായ പെരുമാറ്റം കാണുമ്പോ എന്തോ എനിക്ക് പേടിയാവുന്നു. പോകരുത് രാജു, പ്ലീസ്. എനിക്ക് രാജു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. I can't live without you. I can't. രാജുവിന്റെ ഭൂതകാലത്തെ പറ്റി അനുവിന് വല്ലതും അറിയാമോ? ഒരിക്കൽ ഞാൻ അതേപ്പറ്റി രാജുവിനോട് ചോദിച്ചതാണ്. പക്ഷേ ഒന്നും തുറന്നു പറയുന്ന പ്രകൃതമല്ല രാജുവിന്റേത്. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് അനു പറഞ്ഞുവല്ലോ. ഒരു കാമുകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു രാജുവിന്റെ സമീപനം? ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത്? കലാകാരന്മാർ പൊതുവെ വികാരജീവികളാണല്ലോ. അത്തരത്തിലെന്തെങ്കിലും? ഒരിക്കലുമില്ല ഡോക്ടർ. അക്കാര്യത്തിൽ എനിക്ക് അസാധാരണമായി ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. രാജുവിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടോ? എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ചില പ്രത്യേക പരിതസ്ഥിതിയിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ ബാല്യകാലത്തുണ്ടായ ഏതോ ആഘാതം കൊണ്ടോ അസാധാരണ സ്വഭാവക്കാരായി തീരാറുള്ള ധാരാളം ആളുകളുണ്ട്. സ്വന്തം ചുറ്റുപാടിൽ നിന്ന് ഒളിച്ചോടി തങ്ങളുടെ നിഗൂഢ സ്വപ്നങ്ങളിൽ അവരഭയം കണ്ടെത്തുന്നു. അത്തരം ഒരു ഒളിച്ചോട്ടമാണ് രാജുവിന്റേതെന്ന് എനിക്ക് തോന്നുന്നു. രാജുവിന്റെ ഉപബോധ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞു കിടന്നിരുന്ന സങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്തതാവാം ആ നർത്തകിയുടെ ശില്പം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. ആ ശില്പത്തിൽ നിന്നും രാജുവിന്റെ ശ്രദ്ധ പൂർണ്ണമായും മാറ്റിയെടുക്കലാണ് ഇതിനുള്ള ഒരേ ഒരു പ്രതിവിധി. പഴയകാലത്ത് പരിചയമുള്ള ഏതോ സ്ത്രീയുടെ രൂപമാണ് ആ ശില്പത്തിനെങ്കിൽ അത് രാജു മറക്കണം. മറ്റൊരു രൂപം രാജുവിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കണം. വേറൊരു സ്ത്രീക്കും അത് കഴിയില്ല, അനുവിനൊഴിച്ച്. ഞാൻ എന്ത് വേണം ഡോക്ടർ? രാജുവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കണം. അതിന് വേണ്ടത്ര ശ്രമിക്കണം. പഴയകാലത്ത് പരിചയമുള്ള ഏതോ സ്ത്രീയുടെ രൂപമാണ് ആ ശില്പത്തിനെങ്കിൽ അത് രാജു മറക്കണം. മറ്റൊരു രൂപം രാജുവിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കണം. വേറൊരു സ്ത്രീക്കും അത് കഴിയില്ല, അനുവിനൊഴിച്ച്. രാജുവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കണം. അതിന് വേണ്ടത്ര ശ്രമിക്കണം. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി ഡോക്ടർ. രാജു തീരെ താല്പര്യം കാണിക്കുന്നില്ല. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അനുവിന്റെ ക്ഷമയാണ് പ്രധാനം. എന്റെ രാജുവിനെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം, എത്ര വേണമെങ്കിലും ക്ഷമിക്കാം. ഏതായാലും ഞാനൊന്ന് വന്ന് രാജുവിനെയും ആ ശില്പത്തെയും കാണട്ടെ. ശരി. രാജു ഞാനൊരു ഡോക്ടറാണെന്ന് അറിയരുത്. ഇത്ര സുന്ദരിയായൊരു നർത്തകിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇതാരുടെ രൂപമാണ് മിസ്റ്റർ രാജു? നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയും രൂപമല്ല. രാജുവിന്റെ സങ്കല്പത്തിലുള്ളതാണെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുടെയെങ്കിലും രൂപമാണെന്ന് കരുതി. അല്ല. രാജു പതിവായി സ്ത്രീകളുടെ ശില്പമാണ് നിർമ്മിക്കാറ്. നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യണം. ഒരിക്കലുമല്ല. ശില്പങ്ങളെന്ന് പറഞ്ഞാൽ
എനിക്ക് ജീവനാണ്. അനു രാജുവിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. ഈ ശില്പം എനിക്ക് തരുമോ? എന്ത് വില വേണമെങ്കിലും തരാം. ഇതാർക്കും കൊടുക്കാനുള്ളതല്ല. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഡോണ്ട് ടച്ച് ഇറ്റ്. ആരെങ്കിലും ആ ശില്പത്തെ സ്പർശിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് അയാൾ അതിനെ ആരാധിക്കും. ഡോക്ടർ, വെറും ഒരു കല്ലിനോട് അവൻ ഇത്രമാത്രം പ്രേമം തോന്നാനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. രാജുവിന്റെ മുമ്പിൽ ആ കല്ലിന് ജീവനുണ്ട്, ചലനമുണ്ട്. അയാളുടെ മനസ്സിൽ ആ പ്രതിമ എല്ലാം തികഞ്ഞൊരു സ്ത്രീയാണ്. അതിനെ നശിപ്പിച്ചാലോ? ഒന്ന് തൊടാൻ പോലും അനുവദിക്കാത്തപ്പോൾ ആ പ്രതിമയെ നശിപ്പിച്ചാൽ രാജുവിന്റെ അവസ്ഥ എന്താവും? പിന്നെ എന്താ ഒരു മാർഗം? മാർഗം ഒന്നേ ഉള്ളൂ. രാജുവിന്റെ മനസ്സിൽ നിന്ന് ആ പ്രതിമ മാറ്റി പ്രതിഷ്ഠിക്കുക. അനുവിന് ഡാൻസ് അറിയാമോ? അറിയാം. ആ നർത്തകിയുടെ വേഷത്തിൽ അനുവിന് രാജുവിന്റെ മുമ്പിൽ നൃത്തമാടിക്കൂടെ? അനു, കരയാതിരിക്കും. നിന്റെ രാജുവിനെ നിനക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ശ്രമിക്കാം, കഴിയാവുന്നിടത്തോളം. അവന് ഭ്രാന്താണ്. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു പ്രേമം. നിനക്ക് വരെ പണിയില്ല വേണ്ട അവന്റെ മുമ്പിൽ ആടിപ്പാടാനും കുഞ്ചിപ്പിടാനും ഒക്കെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ കുറിച്ച് ഓർത്ത് നിന്റെ ഭാവി നീ നശിപ്പിക്കരുത്. ആ, ഈ പ്രതിമയെ ഉപേക്ഷിച്ചൂടെ രാജു? ഈ പ്രതിമയ്ക്ക് നൽകാൻ കഴിയുന്ന സംതൃപ്തി രാജുവിന് തരാൻ എനിക്കും കഴിയില്ലേ? പറയൂ രാജു, പറയൂ രാജു, പറയൂ. ഞാനൊരു സ്ത്രീയല്ലേ, സഹിക്കാവുന്നതിന് എനിക്കും ഒരു പരിധിയില്ലേ? പറയൂ രാജു, ടെൽ മീ, ടെൽ മീ. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? എടീ, ഭക്ഷണം കഴിക്കാൻ. എനിക്ക് വേണ്ട ഡാഡി. ഏതു നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ? അയാൾക്കിനി പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അയാളെ മറക്കുന്നതാണ് നല്ലത്. എനിക്ക്
എന്റെ മകളുടെ മനസ്സമാധാനമാണ് വലുത്. കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണീര് പറ്റി. അതിന് കാരണക്കാരൻ നീയാണ്. അവളെ കരയിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ശില്പം ഉണ്ടാക്കാനല്ലെങ്കിൽ രാജു ഇനി ഇവിടെ താമസിക്കണമെന്നില്ല. ആ മഴയുള്ള രാത്രിയിൽ രാജുവുമായി ബന്ധപ്പെട്ടത് അനുവിന്റെ ചേച്ചിയായിരുന്നു. നർത്തകിയോടുള്ള അയാളുടെ ഭ്രമത്തിൽ നിന്നും യഥാർത്ഥത്തിൽ അവർ മുതലെടുക്കുകയായിരുന്നു. അത് രാജുവിന് അറിഞ്ഞുകൂടായിരുന്നു. അവസാന നിമിഷം വരെ അയാളുടെ ധാരണ അത് നർത്തകിയാണെന്നായിരുന്നു.